റസിയാസ് റസോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മട്ടൺ റെസിപ്പിയാണ്. മട്ടൺ വരട്ടിയെടുക്കൽ. മട്ടൺ വരട്ടിയെടുക്കുക. ഉരുളിയിലോ ചീനച്ചട്ടിയിലോ ഇട്ടിട്ട് നന്നായിട്ട് വരട്ടിയെടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും മട്ടൺ വരട്ടുന്നതിന് മുന്നേ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാ സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ മട്ടൺ നമുക്ക് എങ്ങനെയാണ് വരട്ടുന്നത് കാണാം. ഞാൻ 1 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീര് ചേർത്തതിന് ശേഷം ഒരു 1-1.5 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, പിന്നെ മുളക് പൊടി ഒരു 3-4 ടേബിൾ സ്പൂൺ വേണ്ടി വരും. ഞാനൊരു 4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. എരിവ് കൂടുതൽ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ച് വെക്കണം. ഉപ്പ് ചേർക്കാൻ വിട്ടുപോയി. ഞാൻ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി കുഴച്ച് കുറച്ച് സമയം വെക്കണം. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ നന്നായിരിക്കും. 1 മണിക്കൂറെങ്കിലും വെക്കണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഉള്ളി ചേർക്കണം. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, എല്ലാ പച്ചമസാലകളും വേണം. ഞാൻ ആദ്യം ഉള്ളിയും 2 പച്ചമുളകും മാത്രം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് ഒന്നുകൂടെ നന്നായി കുഴച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. ഇത് ഇളയ മട്ടൺ ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. 1-2 വിസിൽ മതിയാവും. പിന്നെ വേവ് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ കുക്കർ നമുക്ക് അടുപ്പിൽ വെച്ച് ഈ മട്ടൺ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൽ ഞാനിപ്പോൾ 5 ഉള്ളി നേരിയതായിട്ട് മുറിച്ചതും 2 പച്ചമുളകും മാത്രം ചേർത്തിട്ടുള്ളൂ. പിന്നെ മറ്റുള്ള മസാലകൾ നമുക്ക് നന്നായിട്ട് നെയ്യിൽ മൊരിയിച്ചെടുത്തിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ നമുക്കിത് കുക്കർ അടുപ്പിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിവിടുന്ന് വേകുമ്പോഴത്തേക്കും നമുക്ക് മറ്റ് മസാലകളൊന്ന് വാട്ടണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഓയിൽ 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിക്കണം. നന്നായി ഇളക്കി മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പില ചേർക്കാനുണ്ട്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി മൊരിഞ്ഞതിൻ്റെ നല്ല മണം വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പിലയും ചേർക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർക്കണം. നല്ല ടേസ്റ്റായിരിക്കും കറിവേപ്പിലയുടെ ടേസ്റ്റ് മട്ടൺ വരട്ടിയതിന്. അപ്പോൾ നമുക്ക് ഒരുപാട് കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിക്കണം. ഇഞ്ചി, വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി ചേർന്ന് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കണം. ഞാനൊരു 3 തക്കാളി മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ 3 തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി വഴറ്റി നല്ല കുഴമ്പ് പോലെ ആക്കിയെടുക്കണം. ഇനി നമുക്കിതിലൊരു കാര്യം കൂടി ചേർക്കാനുണ്ട്. പച്ചമുളക് 2 പച്ചമുളക് മാത്രമേ നമ്മൾ മട്ടണിൽ ചേർത്തിട്ടുള്ളൂ. ഒരു 4 പച്ചമുളകും കൂടി ഞാൻ ഇതിൽ നെടുകെ പിളർന്നിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 1 കിലോ മട്ടൺ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടുതൽ പച്ചമുളകും മറ്റ് മസാലകളെല്ലാം എടുത്തത്. നിങ്ങൾ എടുക്കുന്ന മട്ടൺ എത്രയോ അതിന് കണക്കാക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ തോത് കൂട്ടിയോ കുറച്ചോ കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ മട്ടൺ വെന്ത് വരുന്നുണ്ട്. 2 വിസിൽ വന്ന് അത് നമുക്ക് ഓഫ് ചെയ്യാം. കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോകുമ്പോഴത്തേക്കും നമുക്കിതൊന്നും കൂടി നന്നായി ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. മട്ടൺ വെന്തോന്ന് നോക്കാം. മട്ടൺ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചേർത്തിട്ടൊന്ന് വരട്ടണം. മട്ടനും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് കുറേ സമയം തിളപ്പിച്ച് വറ്റിച്ച് നന്നായി വെള്ളം മുഴുവൻ വറ്റിയതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി വാട്ടിയെടുക്കണം. പിന്നെ നമുക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടി ഇത് ചേർക്കാനുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ ഫൈനലായിട്ട്
കുറച്ച് മല്ലിയിലയും കൂടി ചേർത്താൽ നമ്മുടെ മട്ടൻ വരട്ടിയത് റെഡിയായി. അപ്പോൾ ഇത് വറ്റി വരുന്നുണ്ട്. കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അടിയിൽ പിടിച്ചു പോവും. ഒരുവിധം നന്നായി വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ചേർക്കാം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ എല്ലാവരും എനിക്ക് കമൻസിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത് തന്നെ പുതിയൊരു റെസിപ്പിയുമായിട്ട് വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, താങ്ക്സ്.